Welcome to Blessing Today Morning Glory. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം. Today is a new day ഇന്നൊരു പുതിയ ദിവസമാണ്. and we are going to receive new mercies from the Lord. അത് മാത്രമല്ല നാം കർത്താവിന്റെ പുതിയ കൃപകൾ പ്രാപിക്കാൻ In the beginning itself, I prophesy over you today the Lord is going to shower His blessings and mercies and His favor on you. ഇന്ന് രാവിലെ തന്നെ ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, പ്രവചിക്കുകയാണ്, ദൈവത്തിന്റെ കൃപകൾ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുമാറാകട്ടെ. Situations are going to change. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ The പോകുകയാണ്. Lord is going to break through into your life. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ ദൈവം തമ്പുരാൻ തരാൻ And പോകുകയാണ്. the Holy Spirit is going to help you out. അത് മാത്രമല്ല പരിശുദ്ധാത്മാവ് അതിന്റെ മേൽ നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. Aren't you excited? നിങ്ങൾ ആവേശത്തിലായിട്ടുണ്ടോ? I am really excited today. ശരിക്കും ഞാൻ ആവേശത്തിലാണെന്ന്. Hallelujah. ഹല്ലേലൂയ. Today we are going to look into a fantastic aspect of the Holy Spirit. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വളരെ മനോഹരമായ ചില വശങ്ങളെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. And just before that, let's pray for the sponsors. അതിനു മുന്നമേ നമ്മൾ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. So let's pray together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വെഞ്ഞാറമൂട് നിന്ന് നമ്മുടെ ആദ്യത്തെ സ്പോൺസർ ഒരു വെൽവിഷറാണ്. Thank you so much, well-wisher. കർത്താവെ, 2 പെൺമക്കളുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, മുഴു കുടുംബവും ആത്മീയമായി വളരുവാൻ, സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സങ്ങൾ മാറി എത്രയും പെട്ടെന്ന് നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്തത് കോഴഞ്ചേരിയിൽ നിന്ന് സദാശിവനാണ് അടുത്ത വ്യക്തി. Oh, thank you so much, Sadashivan. കർത്താവെ, മകൻ നിതീഷിന്റെ വിവാഹം നടക്കുവാൻ, ജോലി ലഭിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സ്വത്ത് വിറ്റ് കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. താങ്ക് യു ലോർഡ്. അടുത്തത് എറണാകുളത്ത് നിന്ന് കുഞ്ഞുമോൾ റോബിൻസൺ ആണ് അടുത്ത നമ്മുടെ Thank you so much, Kunjumal Robinson. കർത്താവെ, 15 വർഷത്തിലധികമായിട്ടുള്ള കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ, അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ലിവിയയ്ക്ക് MBBS അഡ്മിഷൻ ലഭിക്കുവാൻ, ലിവിയയുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ ന്യൂയോർക്കിൽ നിന്ന് നിജിയാണ്. ജനുവരി 10 മിനിഞ്ഞാന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു. Oh, belated happy anniversary. അപ്പോൾ തന്നെ ഡിസംബർ 31 മകൾ ലിയാനയുടെ ജന്മദിനവുമായിരുന്നു. Oh, belated happy birthday. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിജിക്ക് വേണ്ടി അതുപോലെ തന്നെ ലിയാനയ്ക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിജി കർത്താവെ RN പാസ്സായതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ മേൽ ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി കൂടെ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ കോഴിക്കോട് നിന്ന് മണികണ്ഠൻ ആൻഡ് നളിനി ആണ്. Thank you so much. കർത്താവെ, ഞങ്ങൾ കുടുംബാംഗങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, വീട് പണി പൂർത്തിയാകുവാൻ, ജോലിയിലും അതുപോലെ സാമ്പത്തിക മേഖലയിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. May the good God reward all the sponsors. ദൈവം തമ്പുരാൻ എല്ലാ സ്പോൺസേഴ്സിന്റെ മേലും അതിന് തക്കതായ പ്രതിഫലം നൽകി മാനിക്കുമാറാകട്ടെ. And you can also become a partner or a sponsor of Blessing Today programs, different services, different telecasts and broadcasts. What you have to do is just note down the details that will be shown on the screen. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ, അതിൻ്റെ പാർട്ട്നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. And I believe this year in 2021, together, all of us together in partnership, we will be doing big things for the glory of the Lord. ഈ 2021 നമ്മൾ ഒരുമിച്ച് ചേർന്ന് പങ്കാളികളായി നിന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. Shall we sing together to the Lord? കർത്താവിന് വേണ്ടി നമുക്ക് പാട്ടുകൾ പാടി ആരാധിക്കാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം,
ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. Wonderful song. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു. Amen. Amen. And today I'm going to talk about the Holy Spirit, our strengthener. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നവൻ എന്നതിനെ കുറിച്ചാണ്. Hallelujah. ഹല്ലേലൂയ. As human beings, sometimes we are so weak and tired and we are so exhausted, and sometimes we feel like so fragile in nature. മാനുഷികമായിട്ട് നാം പലപ്പോഴും നോക്കിക്കഴിയുമ്പോൾ മനുഷ്യരെന്ന് പറയുന്നത് പലപ്പോഴും തളർന്നു പോകുന്നവരും താഴ്ന്നു പോകുന്നവരും വേദനിക്കുന്നവരും വേഗത്തിൽ വാടുന്നവരും തകർന്നു പോകുന്നവരും ഒക്കെയാണ്. In flesh, we are weak. Even Jesus himself said, "You are weak in the flesh, but your spirit is willing." ശരീരത്തിൽ നാം ബലഹീനരാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ജഡം ബലഹീനമാണ്, എന്നാൽ ആത്മാവ് ശക്തിമത്താണ്, ഒരുക്കമുള്ളതാണ്. And this divine helper is coming into our life. The Holy Spirit is coming into our life to strengthen us. എന്നാൽ ഈ ദൈവിക സഹായിയായിട്ടുള്ള ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തെ അവൻ ബലപ്പെടുത്തുന്നു. In one aspect, he makes us bold and courageous. ഒരു വിധത്തിൽ നാം നോക്കുമ്പോൾ അവൻ നമ്മെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വശത്ത് അവൻ നമ്മെ ബലപ്പെടുത്തി നമ്മെ ധൈര്യശാലികളാക്കി മാറ്റുന്നു. Shall we read one verse from the Bible? ബൈബിളിൽ നിന്ന് നമുക്കൊരു വചനഭാഗം വായിക്കാം. Acts of the Apostles chapter 4 verse number 13. അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വചനം. Acts 4:12 is world famous. അപ്പസ്തോല പ്രവൃത്തി 4:12 വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. And it says there is no other name given under heaven among men other than the name of the Lord Jesus for our salvation. അവിടെ പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, മറ്റൊരുത്തരിലും രക്ഷയില്ല. So that was a powerful proclamation by Peter. ഇത് പത്രോസിനാൽ നടത്തപ്പെട്ട വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു. Immediately after that there comes this verse number 13. അതിനുശേഷം ഉടനെ വരുന്ന വചനമാണ് ഈ 13-ാമത്തെ വചനം. When they saw the courage of Peter and John and realized that they were unschooled, ordinary men, they were astonished and they took note that these men had been with Jesus. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. Yes. Because the onlookers, the people who were listening to Peter, knew the difference. Why these people, unschooled, ordinary people, uneducated, unlearned people, they are so bold. Earlier, they were not like that. ഇവിടെ പത്രോസിനെയും യോഹന്നാനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ആശ്ചര്യപ്പെടുകയാണ്. എന്ത് കാരണത്താലാണ്? അവർ
പഠിപ്പില്ലാത്തവരാണ്, സാധാരണ മനുഷ്യരാണ്, തങ്ങളെപ്പോലെ തന്നെ സാധാരണ രീതിയിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അവരെ കാണുന്നത് വളരെ ധൈര്യശാലികളായിട്ടാണ്. ഇത് കണ്ടിട്ട് ജനങ്ങൾ, നോക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. So what made the difference? എന്താണ് അവർക്കുണ്ടാക്കിയ വ്യത്യാസം? The upper room experience. Amen. മാളിക മുറിയുടെ അനുഭവം. Hallelujah. Hallelujah. So in the upper room, actually they were hiding themselves in one way. At the same time, they were waiting for the promise of the Father. Amen. And on the 10th day of that prayer meeting, on the day of Pentecost, the power of the Holy Spirit came. And people, the onlookers, noticed that they are now so bold. Amen. മാളിക മുറിയുടെ അനുഭവം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആദ്യത്തെ ദിവസങ്ങൾ അവർ സത്യത്തിൽ ഒന്ന് ഒളിച്ച് താമസിക്കുകയായിരുന്നു. രണ്ടാമതായിട്ട് പിതാവിൽ നിന്നുള്ള ആ വാഗ്ദാനം ലഭിക്കുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 10ാമത്തെ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ആ പെന്തിക്കോസ്ത് ദിനത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു. അതിനുശേഷം അവരെ നോക്കിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ വളരെ ധൈര്യശാലികളായി തീർന്നിരിക്കുകയാണ്. Many people, to remove stage fright and to build up boldness and courage and mettle, they go for personality development course. ഹല്ലേലൂയ. ഇപ്പോൾ അവരിൽ പല ആളുകളും ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികസന കോഴ്സുകൾക്കൊന്നും പോകാതെ തന്നെ ആ സ്റ്റേജുകളിൽ ധൈര്യസമേതം നിൽക്കുവാനുള്ള, സഭാകമ്പം ഒന്നുമില്ലാതെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ധൈര്യശാലികളായി അവർ മാറിയിരിക്കുകയാണ്. See, remember one thing, if you go for a course like that, it may take months and years to slowly build a little boldness and courage in your personality. ഇത്തരത്തിലുള്ള വ്യക്തിത്വ വികസന മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു മാസങ്ങൾ കൊണ്ട് മെല്ലെ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പരിവർത്തനങ്ങൾ ഉളവാക്കാൻ സാധിക്കുന്നത്. I'm speaking to you directly, looking into your eyes. Within a fraction of a second, you can become a bold personality when the Holy Spirit comes into your person. Amen. Hallelujah. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ നിമിഷാർത്ഥത്തിൽ കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ നിങ്ങൾ ഒരു ധൈര്യശാലിയായ വ്യക്തിയായി തീരും. Hallelujah. That's what happened to Simon Peter. ഇതാണ് ശീമോൻ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. He was a very nervous person before even a girl. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഭയചകിതനായ വ്യക്തിയായിരുന്നു. And he was not a bold witness for the Lord. He could not say, yes, I am with him, I am his disciple. He could not identify himself Jesus of Nazareth. Amen. അത് മാത്രമല്ല, അവൻ യേശുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അവന് വേണമെങ്കിൽ അതെ, ഞാൻ യേശുവിനെ എനിക്കറിയാം, യേശുവിൻ്റെ കൂടെയുള്ള ആളാണ് ഞാൻ എന്നവന് പറയാമായിരുന്നു. എന്നിട്ടും അവനത് മറച്ചു വെച്ച അത്രയും ഭീരുവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. Are you a person who struggled to live boldly for Jesus? കർത്താവിന് വേണ്ടി ധൈര്യസമേതം ജീവിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? Are you a person who struggle to pray before others? മറ്റുള്ളവരുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? Are you a person who is facing a lot of cowardice in your life and you struggle in the area of courage? അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം എടുക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച വല്ലാത്ത ഭയത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? What you need is the person of the Holy Spirit. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആവശ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെയാണ്. Okay, we just read Acts 4:13. Now we are going to read Acts 4:31. Just turn the digits. നമ്മൾ ഇതുവരെ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി 4:13 ആയിരുന്നെങ്കിൽ ഇനി അതിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ 4:31 നമുക്കൊന്ന് വായിക്കാം. After they prayed, the place where they were meeting was shaken, and they were filled with the Holy Spirit and spoke the word of God boldly. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Hallelujah. Hallelujah. Now this is going to happen to you. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. Because through the series of this study on the Holy Spirit, knowingly or unknowingly,
the Holy Spirit is coming on you, and your stature, your inner structure, your mental structure, Yes. everything is going to change. ഇത് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ പരമ്പര നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ശാരീരിക തലത്തിൽ, നിങ്ങളുടെ മാനസിക തലത്തിൽ, നിങ്ങളുടെ ആത്മീക തലത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുവാൻ പോകുകയാണ്. ഒരു വലിയ ധൈര്യശാലിയായി നിങ്ങൾ മാറാൻ പോകുകയാണ്. And just like a prophet of God, I am prophesying into your life all the weaknesses in your life, all that courageous nature in your life is going to be taken away because of the advent of the Holy Spirit into your personal life. ഒരു കർത്താവിൻ്റെ പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ നോക്കി ഒന്ന് പ്രവചിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടത്തും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുത്തി അവൻ നിങ്ങളെ ധൈര്യശാലിയാക്കി തീർക്കാൻ പോകുകയാണ്. As you are listening to this morning glory, from deep within, cry out to him. ഇപ്പോൾ ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവനോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. Rend your hearts and cry. ഈ സമയത്ത് ഹൃദയം തുറന്ന് കർത്താവിന്റെ സന്നിധി നിങ്ങളുടെ ഹൃദയത്തെ ഒഴിക്കുവാൻ തുടങ്ങിയാൽ, So when you cry like that with a deep desire and hunger for the Lord, in that desperate need, heaven will open and the power of the Holy Spirit will come upon you in a mighty way, and the onlookers, even the people around, people associate with you, will wonder what happened to this guy, what happened to this dear sister. She was a weak person, now she is so bold. What happened to her? ഇപ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട്, ഏറ്റവും ആഴത്തിൽ നിന്നുകൊണ്ട് ആവേശത്തോടെ അല്ലെങ്കിൽ കഠിനമായ വിശപ്പോടെ, വലിയ തീഷ്ണമായ ആഗ്രഹത്തോടെ നിങ്ങൾ ഇന്ന് ഇത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ദൈവം വലിയ ശക്തിമത്തായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ചിന്തിക്കും, അയ്യോ ഇത്രയും ഭയപ്പെട്ടിരുന്ന വ്യക്തി, ഇത്രയും മാറി നിന്ന വ്യക്തി ഇങ്ങനെ ഇത്രത്തോളം ശക്തിമത്തായോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിയുള്ള ഒരു വ്യക്തിയാക്കി തീർക്കാൻ പോകുകയാണ്. Oh, I feel like shouting hallelujah to ഓ the Lord. ഹല്ലേലൂയ! ഈ സമയത്ത് കർത്താവിന് ഒരു വലിയ ഹല്ലേലൂയ പറയാൻ എനിക്ക് തോന്നി പോവുകയാണ്. Amen. ആമേൻ. 2 Timothy chapter 1 verse number 7 says, 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനം പറയുന്നു, For the Spirit God gave us does not make us timid, but gives us power, love and self-discipline. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. Hallelujah. ഹല്ലേലൂയ! The Holy Spirit is a spirit of boldness. പരിശുദ്ധാത്മാവ് എന്നുള്ളത് ശക്തിയുടെ ആത്മാവാണ്. It is a spirit of power. ഇത് ശക്തിയുടെ ആത്മാവാണ്. Hallelujah. ആമേൻ. So when the Holy Spirit comes, you get two things. One is courage and the second is power. പരിശുദ്ധാത്മാവ് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് ധൈര്യം, രണ്ട് ശക്തി. Hallelujah. ഹല്ലേലൂയ! You know how you become bold? എങ്ങനെയാണ് നിങ്ങൾ ധൈര്യശാലിയാകുന്നത്? The Holy Spirit is the spirit of sonship. പരിശുദ്ധാത്മാവ് അത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. When we have the Holy Spirit together with our spirit will testify that we are children of God, sons and daughters of God. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ചേർന്നിട്ട് ദൈവത്തോട് ഇങ്ങനെ, ഞാൻ ദൈവത്തിന്റെ പുത്രൻ അഥവാ ഞാൻ ദൈവത്തിന്റെ അവകാശി എന്ന നിലയിൽ അത് സാക്ഷ്യം പറയുന്നു. So when we have the understanding, the knowledge that I am a son of God, I am a daughter of God, not just God, I'm a daughter of the Almighty God. I'm a son of the Almighty God who created the visible and Yes. invisible worlds. The Hallelujah. Almighty, omnipotent Yes. El Shaddai God. That makes me bold. ആമേൻ. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. വെറുതെ ദൈവം എന്ന് പറയുന്നതിനേക്കാൾ അത്യുന്നതനായ സർവശക്തനായ എൽ ഷദായ് എന്ന് വിളിക്കപ്പെടുന്ന സർവശക്തനായ ദൈവത്തിന്റെ മകളാണ്, മകനാണ് എന്ന് പറയുന്ന ആ വിവരം നമുക്കുണ്ടാകുമ്പോൾ നാം സത്യത്തിൽ അതിധൈര്യശാലികളായി മാറുകയാണ്. Shout hallelujah.
Hallelujah. ശബ്ദമുയർത്തി ഒരു ഹാലലുയ പറഞ്ഞാലും I can see energy and spiritual power coming forth and filling your rib cage. ആമേൻ. ഈ സമയത്ത് ഒരു വലിയ ശക്തി നിങ്ങളുടെ വാരിയലുകൾക്കകത്തൂടെ കയറി നിങ്ങളെ ശക്തീകരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. All the timid personalities can become so bold by the anointing of the power of the Holy Spirit. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വല്ലാതെ ഭയവും ഭീരുത്വമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഒരു ധൈര്യശാലിയായ വ്യക്തിയായി മാറാൻ പോകുകയാണ്. Mark my words, I am speaking prophetically. The people around you, well acquainted with you, will astonish and say, what happened to you? You were not like thee. Why are you so bold? Why are you so courageous? That kind of a visible difference people will notify in your life. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ കുറിച്ചിടുക. ഇതുവരെ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്ന വ്യക്തികൾ, നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഭയവും ഭീരുത്വവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ, ഇനി അങ്ങോട്ട് ഇവൾ ഇത്ര വലിയ ധൈര്യശാലി ആയോ എന്ന് പറയത്തക്ക വിധത്തിൽ മറ്റുള്ളവർ തിരിച്ചറിയുന്ന വിധത്തിലേക്ക് ദൈവം നിങ്ങളെ ധൈര്യശാലികളാക്കി തീർക്കാൻ പോകുകയാണ്. I tell you, the Holy Spirit is our strengthener. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവാണ് നമ്മെ He ബലപ്പെടുത്തുന്നവൻ. will make us bold അവൻ നമ്മെ and ധൈര്യശാലിയാക്കുന്നു, He will make us strong. അപ്പോൾ തന്നെ നമ്മെ ബലവാന്മാരാക്കുന്നു. Let's use 2 Corinthians chapter 12, 9 and 10. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-10 വചനങ്ങൾ. But he said to me, Jesus said to Paul, my grace is sufficient for you, for my power is made perfect in weakness. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. By the way, the Lord Jesus is speaking to you and he is saying, His grace is sufficient for you. ഇവിടെ യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. യേശു പറയുന്നത് ഇപ്രകാരമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. And he says, my power is made perfect in your weakness. അതുമാത്രമല്ല, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. And because Paul heard these words from the Lord Jesus, യേശുവിൽ നിന്നുള്ള ഈ വാക്കുകൾ പൗലോസ് കേട്ട് കഴിഞ്ഞപ്പോൾ he is coming to a conclusion. അവൻ ഒരു ഉപസംഹാരത്തിലേക്ക് He എത്തിച്ചേരുകയാണ്. says, therefore, I will boast all the more gladly about my weaknesses so that Christ's power may rest on me. പൗലോസ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. Then verse number 10, that's why for Christ's sake I delight in weaknesses, in insults, in hardships, in persecutions, in difficulties. Then finally he says, for when I am weak, then I am strong. Amen. അതുകൊണ്ട് 10-ാമത്തെ വചനം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. Hallelujah. Hallelujah. Shall we say that together? When I am weak, then I am strong. എല്ലാവരും ചേർന്നൊന്ന് പറയാമോ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. I request you to type these words down on the chat box. ഇപ്പോൾ ഈ ചാറ്റ് ബോക്സിലേക്ക് ദയവായി ഇപ്പോൾ ഇത് എങ്ങനെ ടൈപ്പ് ചെയ്തിടുക, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. Everybody, everywhere, all over the world. When I am weak, then I am strong. എല്ലായിടത്തും ലോകമെമ്പാടും നിന്നുള്ള ആളുകൾ ഇപ്പോൾ ടൈപ്പ് ചെയ്യുക, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. What is the secret? എന്താണ് അതിന്റെ രഹസ്യം? It is a secret empowering, secret strengthening by the power of God, the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിച്ച രഹസ്യമായിട്ടുള്ള ശക്തീകരണം, രഹസ്യമായിട്ടുള്ള ബലപ്പെടുത്തലാണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്. Shout one more bada hallelujah. ഒരു വലിയ ഹല്ലേലൂയ ഒരിക്കൽ കൂടെ പറഞ്ഞാലും. Ephesians 3:16. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ Paul വചനം. says, I pray that out of his glorious riches he may strengthen you with power through his spirit in your inner being. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. Hallelujah. You may remember our series on Inside Out. നിങ്ങൾ ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. If you missed it out, you can go back in these through these Morning Glory episodes and you can go through that series on Inside Out, how
your power, strength will be coming on the inside and how it will be flowing out. നിങ്ങൾക്ക് ആ സന്ദേശ പരമ്പരയെല്ലാം മിസ്സായി പോയെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പിറകിലോട്ട് ബ്ലെസ്സിംഗ് ടുഡേയുടെ പിറകിലോട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അത് കേട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ആത്മാവിൽ ബലപ്പെടേണ്ടത്, ഭയത്തെ പുറത്താക്കിക്കൊണ്ട് ബലപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ആ ദിവസങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. So Paul is praying here, according to his, out of his glorious riches, God may strengthen you with power through His Spirit in your inner being. അവിടെ പൗലോസ് പറയുന്നത് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അകത്തെ മനുഷ്യനെ അവന്റെ ആത്മാവിനാൽ അവൻ ശക്തിയോടെ ബലപ്പെടുത്തിയിരിക്കുന്നു. As I am speaking these words, hello, strength is coming into your inner being. ഹല്ലേലൂയ. ഈ വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തേക്ക് ഒരു വലിയ ശക്തി ഇതാ കടന്നു വരികയാണ്. Are you struggling in your weakness? നിങ്ങളുടെ ബലഹീനതകളിൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ? Maybe you are struggling to face the hardships of life. ജീവിതത്തിന്റെ വൈഷമ്യമേറിയ കാര്യങ്ങളിൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണോ? The strengthener is coming into your life. നിങ്ങളെ ബലപ്പെടുത്തുന്നവൻ ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് The വരികയാണ്. divine strengthener is right now coming into your life. ദൈവികമായി തന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്നവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരികയാണ്. Somebody just lift up your hands and shout, I receive the strengthening power of the Holy Spirit into my ഈ life. സമയത്ത് കൈകൾ രണ്ടും ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറയുക, കർത്താവേ, അങ്ങയുടെ ശക്തീകരിക്കുന്ന ശക്തിയെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. Shout hallelujah. ശബ്ദം ഉയർത്തി Shout ഹല്ലേലൂയ. one more hallelujah. ഒരിക്കൽ കൂടെ Shout ഹല്ലേലൂയ. one more hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. Let's listen to your testimony now. ഇപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റിമണി ഈ സമയത്ത് കേൾക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ബ്രദറെ, ഞാൻ അബുദാബിയിൽ നിന്നാണ് ഈ വോയിസ് അയക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യത്തിനെ പറ്റി പറയാനായിരുന്നു. 2020 ജോലി നേടണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. 2020 ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഞാൻ പ്രാർത്ഥന ഡയറിയിലുള്ള ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു എക്സാമും ഇവിടെ പാസ്സാകേണ്ടതായി ഉണ്ടായിരുന്നു. അതിനായി ഞാൻ പ്രാർത്ഥന ഡയറി സ്ഥിരം വായിക്കും, സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനകളെല്ലാം കാണുമായിരുന്നു. എനിക്ക് കൊറോണ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം 2020 ഡിസംബർ വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു ഡേറ്റ്, എക്സാം ഡേറ്റ് വരാനായിട്ട് തന്നെ. അപ്പോൾ ഞാൻ ശരിക്കും ഡിപ്രസ്ഡായി. ഈ വർഷം ഒരു ജോലി ഉണ്ടാവില്ല എന്ന് തന്നെ ചില സമയങ്ങൾ തോന്നിപ്പോയി. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ശരിക്കും അത്ഭുതം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. 26-27 ദിവസങ്ങൾ എനിക്ക് വേക്കൻസി വരികയും, സാധാരണ ഇവിടെ എക്സാം പാസ്സായാൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ജോലി ആകാനായി. എൻ്റെ കൂടെ പാസ്സായ ആൾക്കാർക്കൊന്നും ഇതുവരെ ജോലി ആയിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ കർത്താവ് തന്ന അത്ഭുതമാണ്. എൻ്റെ എക്സാം പാസ്സായി ഇറങ്ങി പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു വേക്കൻസി വരികയും ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ജനുവരി 2 ഞാൻ ജോയിൻ ചെയ്തു. 2021 ഞാൻ ആദ്യത്തെ മാസം തന്നെ ജോലിക്ക് ജോയിൻ ചെയ്തു. എല്ലാ മഹത്വവും എൻ്റെ കർത്താവിന്. ബ്രദറിന് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു. ആമേൻ. Right now we are going to pray for all the unemployed people. ഈ സമയത്ത് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Father Lord, പിതാവാം ദൈവമേ, where there is no way, you can make a way. കർത്താവേ, വഴിയില്ലാത്തിടത്ത് വഴി ഒരുക്കുവാൻ നിനക്ക് സാധിക്കും. Let vacancies appear just for your children. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ചില അവസരങ്ങൾ, ഒഴിവുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. If you're a young man, young woman searching for a job, you have come to the right place. Jesus is the right employer. He is the big boss. He can provide everything for you. നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്, ഒരു ചെറുപ്പക്കാരിയാണ്, ജോലിക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവാണ് നിങ്ങൾക്ക് ജോലി തരുന്ന നിങ്ങളുടെ ബിഗ് ബോസ് എന്നുള്ളത്. നിങ്ങളുടെ തൊഴിലുടമ എന്ന് പറയുന്നത് അവന് നിങ്ങൾക്ക് വേണ്ടി ഒരു തൊഴിൽ സൃഷ്ടിച്ച് നൽകുവാൻ സാധിക്കും. Hallelujah. Hallelujah. And we are going to pray for the sick people right now. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ What you പോകുകയാണ്. need is a simple faith. നിങ്ങൾക്ക് വേണ്ടത് ഒരു ലളിതമായ വിശ്വാസമാണ്. If you just believe like that, Jesus can just heal like that. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവിന് അതുപോലെ നിങ്ങളെ സൗഖ്യമാക്കാൻ In സാധിക്കും. Jesus' name, internal organs be fixed. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. All kinds of cancer be healed, be consumed by the power of the Holy Spirit. എല്ലാ തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, അത് കത്തിച്ചാമ്പലാകട്ടെ. I get a name, and that name is Kusumam.
and you are in serious illness and the Lord is healing you right now. ഈ സമയത്ത് കുസുമം എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നത് നിങ്ങൾ ഗൗരവപരമായ ചില രോഗപ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Receive your healing now. ഈ സമയത്ത് സൗഖ്യത്തെ Not സ്വീകരിക്കുക. only that, dear sister, people all over the world, in whatever condition you are, you can just believe and receive a miraculous healing from the Lord. ഈ സമയത്ത് കർത്താവിൽ നിന്ന് ഏത് വലിയ പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും ലോകമെമ്പാടും നിന്ന് കാണുന്നവരോട് ഞാൻ പറയട്ടെ, വിശ്വസിച്ച് അവരിൽ നിന്ന് അത്ഭുതത്തെ സ്വീകരിക്കുക. Hallelujah. Hallelujah. Father, in Jesus' name, I release your healing power upon every person. Let them be miraculously healed right now. പിതാവേ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും അങ്ങയിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യത്തെ ഇപ്പോൾ പ്രാപിച്ചെടുക്കട്ടെ. And not only in the area of sickness, Father, in any area where people are struggling, let your solution come, let your power come, let your breakthrough come. കർത്താവെ, അത് മാത്രമല്ല, രോഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലൂടെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ അതിനുള്ള മറുപടികൾ, അതിനുള്ള ആശ്വാസങ്ങൾ, കർത്താവെ വിടുതലുകൾ ഇവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ. I know the Lord has done many things for people, ജനങ്ങൾക്ക് വേണ്ടി ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ and we വിശ്വസിക്കുന്നു. want to get your feedbacks. നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയാൻ ഞങ്ങൾക്ക് You can താല്പര്യമുണ്ട്. use my personal WhatsApp number to send in your prayer requests or praise reports. നിങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവ സാക്ഷ്യങ്ങളും അയക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Thank you so much for watching today's morning. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. I'm giving you homework. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. Just forward the link of this morning glory to all the people you know. നിങ്ങൾക്കറിയാവുന്ന എല്ലായിടത്തേക്കും ഈ മോർണിംഗ് ഗ്ലോറിയെ നിങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യുക. Hallelujah. Hallelujah. And the Lord will reward you. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. Shall we sing to the Lord? നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. Hallelujah, 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 hallelujah. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. Hallelujah, 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 hallelujah. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ശക്തിയും ബലവും എൻ്റെ